നമസ്കാരം. നേരം ഒത്തിരി വൈകിയിരിക്കുന്നു. പറയേണ്ടതെല്ലാം മുരളിപ്പുറനാട്ടുകര പറഞ്ഞ പോലെ ശ്രേഷ്ഠരായ അധ്യാപകരുടെ നാവിൽ നിന്നും സരസ്വതി കടാക്ഷം പോലെ നമ്മൾ കേട്ടുകഴിഞ്ഞു. മറ്റൊന്ന്, തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും നാടകത്തിന് വേണ്ടി സമർപ്പിച്ച ഡോക്ടർ ജി ഗംഗാധരൻ നായർ, അതായത് കൃഷ്ണനായർ മാഷ് പറഞ്ഞു, നാടകലോകത്തെ അപൂർവ സഹോദരന്മാർ ജി ശങ്കരൻ, അവരുടെ ദീർഘമായ ഓർമ്മയെ അതിശ്രേഷ്ഠമായ ഒരു സാംസ്കാരിക പ്രവർത്തനമാക്കി മാറ്റിയതാണ് കാഞ്ചന ചേച്ചി സ്മാരക സമിതിയും ചെയ്തിട്ടുള്ള ഏറ്റവും ഉദാത്തമായ യജ്ഞം എന്നുള്ളതാണ്. അതേപോലെ മറ്റു പറയാനുള്ളത്, ഇന്ന് പുരസ്കാരം വാങ്ങിച്ച അല്ലെങ്കിൽ പുരസ്കാരത്തിന് അർഹനായ കെ വി ഗണേഷ് പ്രകാശ് മാഷ് പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മളൊക്കെ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ നാടകം ശ്വസിക്കുന്ന മനുഷ്യൻ ടോൾസ്റ്റോയ് പറഞ്ഞ പോലെ ടോൾസ്റ്റോയോട് ഒരിക്കൽ ചോദിച്ചു, ജീവിതത്തിൽ എന്താണ് വേണ്ടത്? ഞാൻ വായിച്ചതാണ്, 3 കാര്യങ്ങൾ മതി. അത് 1 പുസ്തകം, 2 പുസ്തകം, 3 പുസ്തകം. ഗണേശനോട് ചോദിച്ചാൽ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് നാടകം 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 എന്നായിരിക്കും. ഇപ്പം ഗണേശനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ഇനിയും ഇതുപോലെ നാടകത്തെ പ്രതിരോധമാക്കി പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അതൊരായുധമാണ്. മുരളി മാഷൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അതൊരു വെപ്പൻ. അന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് കൂടുതൽ നാടക പ്രവർത്തനം നടക്കാനും അതിനുള്ള ബുദ്ധിയും പ്രതിഭയും എന്നും തിളങ്ങി നിൽക്കാനും ഉള്ള ശേഷിയും ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന്, ഗോഡ്വിനെ പോലുള്ള കുട്ടികളുടെ സത്യാനന്തര കാലത്ത്, സത്യമേ ഇല്ലാതാകുന്ന കാലത്ത് സത്യത്തിൻ്റെ വെളിച്ചമായി മാറുന്ന ഗോഡ്വിനെ പോലുള്ള യുവാക്കളെ ആദരിക്കുമ്പോൾ, അതും മാഷ് പറഞ്ഞില്ലേ, മുരളി മാഷ് പറഞ്ഞ പോലെ ഈ 2 പ്രതിഭകളെയും ആദരിച്ചപ്പോൾ പുരസ്കൃതം ആയിരിക്കുന്നു, പുരസ്കാരം തന്നെ പുരസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ സമിതിക്കും പ്രിയപ്പെട്ട കാഞ്ചന ചേച്ചി അനന്തം അജ്ഞാതം അവർണ്ണനീയം പോലെ തന്നെയാണ്. അവർക്ക് ഒരുപാട് കലാകാരന്മാരെ ഇതുപോലെ ഇവിടെ വരുത്തി ആദരിക്കാനുള്ള ശക്തിയും ശേഷിയും ഭാഗ്യവും ആയുസ്സും ആരോഗ്യവും ഈ സമിതിക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നമസ്കാരം.